അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, ഖുർആൻ നന്നായി പഠിക്കുകയും നല്ലവരായി ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. സൂറത്ത് ശൂറ 27, 28, 29 സൂക്തങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പറയുന്നു, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദ്രി മാ യശാ. അള്ളാഹു അവൻ്റെ സകല അടിമകൾക്കും വിഭവങ്ങൾ വിപുലീകരിച്ചു കൊടുത്തിരുന്നെങ്കിൽ, ബസത്ത വിശാലമാക്കി കൊടുക്കുക, വലൗ ബസതല്ലാഹു റിസ്ഖ് വിഭവം ലിഇബാദിഹി അവൻ്റെ സകലമാന അടിമകൾക്കും, ലബഗൗ ഫിൽ അർളി അവർ ഭൂമിയിൽ ധിക്കാരത്തിന്റെ കൊടുങ്കാറ്റുയർത്തുമായിരുന്നു, വലാകിൻ പക്ഷേ, യുനസ്സിലു ബിഖദ്രിൻ മാ യശാ യുനസ്സിലു അള്ളാഹു നൽകുന്നത്, അള്ളാഹു ഇറക്കി കൊടുക്കുന്നത് ഒരു കണക്കനുസരിച്ചാണ്. ബിഖദ്രിൻ മാ യശാ പാരായണം ചെയ്യുമ്പോൾ ബിഖദ്രി മാ യശാ, അള്ളാഹു ഒരു കണക്കനുസരിച്ച് താൻ ഇച്ഛിക്കും വിധം ഇത് ഇറക്കുന്നു. ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീറും, തീർച്ചയായും അവൻ സ്വന്തം അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നവനുമാണ്. ഇവിടെ ഖബീർ, ബസീർ എന്ന പ്രയോഗം വളരെ പ്രസക്തമാണ്. മക്കയിലെ ഖുറൈശികൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തത് നമുക്കെല്ലാം അറിയാം. പ്രവാചകൻ അവരുടെ ഗുരുവാവുകയും അവർ പ്രവാചകന്റെ ശിഷ്യന്മാരാവുകയും ചെയ്യുന്നത് അവർക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മക്കയിലെ ഖുറൈശികൾ അവർ റോമക്കാരെയും പേർഷ്യക്കാരെയും അപേക്ഷിച്ച് നോക്കിയാൽ ഒന്നുമല്ല. ചുറ്റുമുള്ള സമൂഹങ്ങൾക്കിടയിലെ ഒരു പ്രാകൃത സമൂഹം മാത്രം. മറ്റു രീതിയിൽ പറഞ്ഞാൽ, ചുമട്ടുകാരിൽ കവിഞ്ഞ നിലപാടുകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പ്രവാചകൻ തിരുമേനിയെ നേതാവായി അംഗീകരിക്കാനും അവർ ഭൗതികമായി അനുഭവിച്ചിരുന്ന സ്ഥാനമാനങ്ങളും സാമ്പത്തികമായ സുസ്ഥിതിയുമൊക്കെ കൈവടിയാനും അവർക്ക് അല്പം വൈമുഖ്യമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പ്രവാചകനെ തള്ളിപ്പറയാൻ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ നിലപാടിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. തൻ്റെ മുഴുവൻ അടിമകൾക്ക് ഭൂമിയിൽ ഇഷ്ടം പോലെ വിഭവങ്ങൾ വിപുലീകരിച്ചു കൊടുത്താൽ അവർ കൊടുങ്കാറ്റ് പോലെ ധിക്കാരം പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ പടച്ചവൻ കൊടുക്കുന്ന ഒരു കണക്കനുസരിച്ചാണ്. എത്ര വലിയ ധിക്കാരിക്കും ഒരവസാനമുണ്ട്. ഫറോവ നശിപ്പിക്കപ്പെട്ടു, നമ്രൂദ് പരാജയപ്പെട്ടു, ഖാറൂൻ ഭൂമിയിൽ താഴ്ന്നുപോയി. ലോകത്ത് സ്വേച്ഛാധിപതികളായ മുഴുവൻ ജനതയും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെ കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീർ. ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ വേദനിക്കുന്ന ചിത്രമാണ്. ഇന്ത്യ രാജ്യത്ത് അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രയാസങ്ങൾ നമ്മുടെ നീറുന്ന വേദനയാണ്. ഇല്ല, പടച്ചവൻ എല്ലാം കാണുന്നുണ്ട്. എല്ലാത്തിനും നല്ലൊരു പരിഹാരം നാളെ പടച്ചവൻ നൽകുക തന്നെ ചെയ്യും. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു. അല്ലാഹു പറയുന്നു, ആളുകൾ നിരാശരായ ശേഷം മഴ പെയ്യിക്കുകയും തന്റെ കാരുണ്യം പരത്തി കൊടുക്കുകയും ചെയ്യുന്നത് അവനാണ്. യുനസ്സിലുൽ ഗൈസ്, മത്റ എന്നും പറയും, ഗൈസ് എന്നും പറയും മഴക്ക്. അവര് നിരാശപ്പെട്ടതിന് ശേഷം, അഥവാ വേനൽക്കാലം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് മഴയെ കാത്തിരിക്കുന്ന നേരത്ത് അള്ളാഹു അവർക്ക് മഴ നൽകുന്നു. ഇപ്പൊ മഴക്കാലമാണ്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പറയാറുണ്ട്. വലിയ നിഴമത്ത് അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ട് ഹൃദയത്തിൽ നിന്ന് പടച്ചവനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കും എന്നതാണ് അതിൻ്റെ പൊരുൾ. മഴ പെയ്യുമ്പോൾ നമുക്ക് വെള്ളം കിട്ടിയെന്ന അല്പചിന്ത മാത്രമല്ല, എത്ര അത്ഭുതമാണ് മഴ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
വഹുവല്ലദീ യുനസ്സിൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതുഹു. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് മഴ, ഗൈസ് എന്ന് പരാമർശിക്കുന്നു. വഹുവൽ വലിയുൽ ഹമീദ്, അള്ളാഹുവാണ് അവരുടെ സ്തുത്യർഹനായ രക്ഷകൻ. ഇവിടെ വലിയ എന്നതുകൊണ്ട് വിവക്ഷ താൻ സൃഷ്ടിച്ച സകല സൃഷ്ടികളുടെയും രക്ഷാധികാരി എന്നാണ്. അടിമയുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും നിറവേറ്റിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. മഴ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ശേഷമാണ് ഈ പ്രയോഗം. എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയാണോ മഴ ലഭിക്കുന്നത്? അല്ലല്ലോ. ഓരോ പ്രദേശത്തും ഓരോ രാജ്യത്തും ആവശ്യമായ തോതിൽ മഴ പെയ്യുന്നു. അല്പം മാത്രം മഴ പെയ്യുന്ന രാജ്യങ്ങളുണ്ട്. വർഷത്തിൽ 10-ൽ താഴെ പ്രാവശ്യം മാത്രം മഴ പെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ദിവസത്തിൽ 10-ലധികം ശക്തമായ മഴകൾ, അല്ല, ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴകൾ. ഓരോ പ്രദേശത്തേക്കും അനുയോജ്യമായ രൂപത്തിൽ ആകാശത്തുനിന്ന് കാരുണ്യം വർഷിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. വഹുവൽ വലിയുൽ ഹമീദ്, അൽ ഹമീദ്, അള്ളാഹുവാണ് ഏറ്റവും സ്തുത്യർഹൻ. വമിൻ ആയാതി ഖൽഖുസ് സമാവാതി വൽ അർദ് വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ. തുടർന്ന് അള്ളാഹു പറയുന്നു, ഈ വാനഭൂവങ്ങളുടെ അഥവാ ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിയിലും അവ രണ്ടിലും പരത്തിയിട്ടുള്ള ജീവജാലങ്ങളിലും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഒമിൻ ആയാത്തിഹി, ആയത്ത് ദൃഷ്ടാന്തം, ഖലഖുസ് സമാവാതി വൽ അർദ്, സമാവാത്ത് ആകാശങ്ങൾ, ഭൂമി ഇവയിലെ സൃഷ്ടികൾ, ഒമാ ബസ്സ ഫീഹിമാ മിൻ ദാബ, അതിൽ അള്ളാഹു പരത്തിയിട്ടുള്ള ജീവജാലങ്ങളെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, ഇച്ഛിക്കുമ്പോൾ അവയെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ് അള്ളാഹു. വലിയൊരു ആശയമുണ്ടതിൽ. നമ്മളീ കാണുന്ന ഭൂമിയിൽ മാത്രമാണോ ജീവജാലങ്ങൾ? അല്ല, നമുക്കറിയാത്ത പലതിലും ജീവജാലങ്ങളെ പടച്ചവനാണ് റബ്ബ്. ഭൂമിയിലും വാനലോകങ്ങളിലും ഉള്ളതുപോലെ ഇതര ഗോളങ്ങളിലും ജീവനുള്ള സൃഷ്ടികളുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന ഇവിടെ നൽകുന്നു. ശാസ്ത്രം അത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ കാണുന്ന സൂര്യനും ആകാശവും മാത്രമാണോ? അല്ല, അതിനേക്കാളേറെ ഒട്ടേറെ സൂര്യനും ആകാശങ്ങളും പ്രപഞ്ച സംവിധാനങ്ങളും ധാരാളമുണ്ട് എന്ന പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയുന്നതും അറിയാത്തതുമായ എല്ലാ സംവിധാനങ്ങളിലും തൻ്റെ ജീവജാലങ്ങളെ പടച്ചവൻ റബ്ബാണ്. ആ റബ്ബിന്റെ ശക്തിയെ, ആ റബ്ബിന്റെ മഹാത്മ്യത്തെ, കഴിവിനെ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അവരെ സൃഷ്ടിച്ചു വിട്ടു എന്നത് മാത്രമല്ല, അള്ളാഹു എത്രത്തോളം അവയെ വ്യാപിപ്പിക്കുന്നുവോ, എത്രത്തോളം അതിനെ പരത്തുന്നുവോ, അവയെ ഒരുമിച്ച് കൂട്ടാനും കഴിവുള്ളവനാണവൻ. ഇത് ഒരു മറുപടി കൂടിയാണ്. മക്കയിലെ ഖുറൈശികൾ, അവിശ്വാസികളായ ആളുകൾ നിഷേധിച്ചിരുന്നത് പരലോകത്തെയായിരുന്നു. അമ്മയത്തെ സാഅലൂൻ അനിൻ നബഇൽ അളീം, അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നത് ആ മഹത്തായ വാർത്ത, നബ, ഇത് പരലോകമാണ്. പ്രവാചകനെ കളിയാക്കിയിരുന്നു. നുരുമ്പിച്ച് ശരീരമൊക്കെ ജീർണിച്ച് മണ്ണോട് ചേർന്നതിന് ശേഷം ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നോ? എന്തൊക്കെയാ മുഹമ്മദ് നീ പറയുന്നത്? മനുഷ്യൻ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കപ്പെടും, പിന്നീടൊരു ശാശ്വതമായ ജീവിതമുണ്ട് എന്നതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. അങ്ങനെയാവുമ്പോഴേ ഈ ഭൂമിയിലെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഫലസ്തീനില് എക്സ്റേ കുഞ്ഞുങ്ങള്, നമ്മള് നെഞ്ചു പൊട്ടുന്ന വേദനയോട് കൂടിയിട്ട് ആ പ്രയോഗം പറയാ. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന മക്കളുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ ലോകം മാത്രമാണ് ഒരു ജീവിതമെങ്കിൽ, മരണശേഷം ഒരു ശാശ്വതമായ ജീവിതമില്ല എങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും എവിടെയാണ് പരിഹാരം? ഭൗതികവാദികൾക്ക് എങ്ങനെയാണ് അതിന് മറുപടി നൽകാൻ കഴിയുക? അതുകൊണ്ട് അവരെ ഒരുമിപ്പിച്ചു കൂട്ടാൻ കഴിയുന്നവൻ. തീർച്ചയായും ഒരു ശാശ്വതമായ പരലോക ജീവിതമുണ്ട്. മനുഷ്യരുടെ കർമ്മങ്ങൾ അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്ന വലിയൊരു യാഥാർത്ഥ്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. വഹുവ അലാ ജംഇഹിം
ഇദാ യശാഉ ഖദീർ. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ് അള്ളാഹു. കൊച്ചുവാക്യങ്ങളിൽ ഒരുപാട് വലിയ ആശയങ്ങൾ റബ്ബ് ഖുർആനിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഖുർആന്റെ ആയത്തുകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവോട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനും നമുക്ക് കഴിയണം. പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.